തിയോളജിയായുടെ MDH കോഴ്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് പാമ്പ്ളാനിൽ അച്ഛനാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ ഇന്നത്തെ നമ്മുടെ പ്രതിപാദ്യ വിഷയം വിശ്വാസ സത്യങ്ങളുടെ രൂപീകരണവും വിശ്വാസ സത്യങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള വിശകലനവുമാണ്. അച്ഛനോട് നമുക്ക് ചോദിച്ചു അതിൻ്റെ വിശദമായ കാര്യങ്ങൾ മനസ്സിലാക്കാം. അച്ഛ, സഭയിലെ പ്രധാന വിശ്വാസ സത്യങ്ങൾ ഏവയെന്നും അതെങ്ങനെ സഭയിൽ രൂപപ്പെട്ടെന്നും വിശദീകരിക്കാമോ? വിശ്വാസ സത്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് ഒരു നിയതമായ ഔദ്യോഗികമായ ഒരു ഭാവമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കുറേ കാര്യങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ എല്ലാവരും നിർബന്ധമായും വിശ്വസിക്കാൻ കടപ്പെട്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെയാണ് വിശ്വാസ സത്യങ്ങൾ എന്ന പേരിൽ വിളിക്കുന്നത്. അതായത് വിശ്വാസ സത്യങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും വിശ്വാസ സത്യങ്ങളെല്ലാം തന്നെ ഈ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുചൊല്ലുന്നുണ്ട്. സർവശക്തനായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വിശ്വാസ സത്യമാണ്. ശ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം രൂപം കൊള്ളുന്നത് തന്നെ അങ്ങനെയാണ്. അതേക്കുറിച്ചൊരു പാരമ്പര്യമാണ്. അതിന് ചരിത്രപരമായ അടിസ്ഥാനങ്ങളൊന്നും ഉണ്ട് എന്ന് കരുതാൻ ആകില്ല. ശ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പറയപ്പെടുന്ന ഒരു കഥ ഇങ്ങനെയാണ്. ഈ ശ്ലീഹന്മാർ 12 പേരും പന്തക്കുസ്താ തിരുനാളിൽ സെഹിയോൻ ശാലയിൽ ഒരുമിച്ചിരിക്കവേ ഓരോ ശ്ലീഹായും ഓരോ വിശ്വാസ സത്യം ഏറ്റുപറഞ്ഞത്ര. അങ്ങനെ ഓരോരുത്തരും ഏറ്റുപറഞ്ഞ് അങ്ങനെ 12 വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറയപ്പെട്ടു എന്നും അവ ക്രോഡീകരിക്കപ്പെട്ടതാണ് ശ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം എന്നുമാണ് ഒരു പാരമ്പര്യം. നമുക്കറിയാം, ഈ ശ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം രൂപം കൊണ്ടത് പന്തക്കുസ്താ തിരുനാളിലൊന്നുമല്ല. ചരിത്രപരമായി ചിന്തിച്ചാൽ അത് 3-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ 4-ാം നൂറ്റാണ്ടിലൊക്കെ ആയിട്ടാണ് വിശ്വാസ പ്രമാണം രൂപം കൊള്ളുന്നത്. പക്ഷേ ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ പിന്നിലുള്ള ചൈതന്യം എന്ത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ കഥ പറഞ്ഞത്, അതായത് സഭയിൽ വിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അഥവാ ക്രൈസ്തവരായിരിക്കുന്നവർ അനിവാര്യമായും വിശ്വസിക്കേണ്ട സത്യങ്ങൾ ഏവ എന്നതാണ് വിശ്വാസ സത്യങ്ങളിലൂടെ വെളിപ്പെടുക. ഒരു കാര്യം വിശ്വാസ സത്യമാകണമെങ്കിൽ അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാന വിഷയമായിരിക്കണം എന്നുള്ളത് നിർബന്ധം. അതോടൊപ്പം തന്നെ അത് സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണെന്ന് ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും സഭാ അധികാരികൾ, മാർപ്പാപ്പാമാരോ സൂനഹദോസുകളിലോ പ്രഖ്യാപിക്കപ്പെട്ടതും കൂടി ആയിരിക്കണം. എങ്കിലേ അത് വിശ്വാസ സത്യമായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, മാതാവ് ഫാത്തിമയില്, ലൂർദില്, വേളാങ്കണ്ണിയിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ടു. അത് വിശ്വാസത്തിൻ്റെ ഒരു വിഷയമായിട്ട് പലരും കരുതുന്നുണ്ട്. പക്ഷേ മാതാവ് ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടോ ഇല്ലയോ, ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടോ ഇല്ലയോ, അത് വിശ്വാസ സത്യമല്ല. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരെല്ലാവരും അല്ലെങ്കിൽ കത്തോലിക്കരെല്ലാവരും അനിവാര്യമായും വിശ്വസിക്കേണ്ട ഒരു സത്യം എന്ന നിലയിൽ അതിനെ ഔദ്യോഗികമായി സഭ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതിനാൽ വിശ്വാസത്തിൻ്റെ വിഷയങ്ങളെല്ലാം വിശ്വാസ സത്യമാകണമെന്നില്ല. അപ്പം അങ്ങനെ ഒരു വ്യത്യാസം ഈ ഒരു യാഥാർത്ഥ്യത്തിലുണ്ട്. അപ്പോൾ വിശ്വാസ സത്യങ്ങൾ എപ്രകാരമാണ് രൂപം കൊണ്ടത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, വിശ്വാസ സത്യങ്ങൾ ഇങ്ങനെ ഔദ്യോഗിക പ്രബോധനങ്ങളായി നൽകപ്പെടുന്നതിൻ്റെ പിന്നിൽ സാമൂഹികമായ, രാഷ്ട്രീയപരമായ, മതപരമായ കുറേ കാരണങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഇപ്പം ഈശോ മിശിഹ ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ ആദ്യത്തെ 30 വർഷക്കാലം അവനെക്കുറിച്ച് കാര്യമായി ഒന്നും തന്നെ ബൈബിളിലും രേഖപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള അറിവും വളരെ പരിമിതം. എന്നാൽ തുടർന്നുള്ള അവിടുത്തെ പരസ്യജീവിതം, ഈ 3 വർഷക്കാലം അവിടുന്ന് പറഞ്ഞതും പ്രവർത്തിച്ചതും ആയ വസ്തുതകളെ ആധാരമാക്കിയാണ് ഈ വിശ്വാസ സത്യങ്ങൾ രൂപം കൊള്ളുന്നത്.
അപ്പോൾ ഈ വിശ്വാസ സത്യങ്ങൾ രൂപം കൊള്ളുമ്പോൾ ഈശോയുടെ പ്രബോധനങ്ങൾ തന്നെയാണ് വിശ്വാസ സത്യങ്ങളുടെ അടിസ്ഥാന പ്രതിമാനമായിട്ട് വർത്തിക്കുന്ന വസ്തുത എന്നും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞു വരുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട ക്രിസ്തുവിലുള്ള വിശ്വാസവും ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളിലുള്ള വിശ്വാസവും. പഴയ നിയമം മുതലുള്ള സത്യങ്ങൾ, ഇപ്പം പിതാവായ ദൈവത്തിലുള്ള വിശ്വാസം, അത് തീർച്ചയായും പഴയ നിയമത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിശ്വാസമാണ്. പക്ഷെ ആ വിശ്വാസവും ക്രിസ്തു കേന്ദ്രീകൃതമാണ്. കാരണം ക്രിസ്തു വന്ന് പിതാവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു കഴിഞ്ഞപ്പോഴാണ് പഴയ നിയമത്തിലെ യാഹ്വേ ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവമാണ് എന്ന സത്യം നമുക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് പഴയ നിയമത്തിൽ നിന്നുള്ള വിശ്വാസ സത്യങ്ങൾ നമുക്കുണ്ട്. ഏകദൈവ വിശ്വാസം, അതൊരു വിശ്വാസ സത്യമാണ്. അത് പഴയ നിയമത്തിൽ നമുക്ക് കിട്ടിയ വിശ്വാസ സത്യമാണ്. യഹൂദ വിശ്വാസ സത്യങ്ങളിൽ നിന്ന് ക്രൈസ്തവർ കടമെടുത്ത വിശ്വാസ സത്യങ്ങളാണ്. പഴയ നിയമത്തിൽ നിന്ന് അത് സ്വീകരിക്കുമ്പോഴും ആ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം, വിഷയം, അതിൻ്റെ ആധാരം ക്രിസ്തു തന്നെ. ആ ഒരു യാഥാർത്ഥ്യം വിശ്വാസം. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ കാണുന്നത് പഴയ നിയമത്തിലാണ്. തീർച്ചയായിട്ടും പഴയ നിയമത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ ഈ വിശ്വാസ സത്യങ്ങൾ യഹൂദ മതത്തിൻ്റെ ഭാഗമായിട്ടാണ് ക്രിസ്തു മതം ആരംഭിക്കുന്നത് എന്ന് ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, യഹൂദ മതത്തിനുള്ളിലെ ഒരു വിഭാഗമായിട്ടാണ് ക്രിസ്തു മതത്തിൻ്റെ ഉത്ഭവം എന്നതാണ് സത്യം. കാരണം ആദ്യകാലത്തെ എല്ലാ യഹൂദ ക്രൈസ്തവരും പരിച്ഛേദനം സ്വീകരിച്ചിട്ടുള്ളവരാണ്. അതല്ല എങ്കിൽ ആരംഭത്തിലെ നിയമം ഇതായിരുന്നു: വിജാതീയനായ ഒരു വ്യക്തി ക്രൈസ്തവനായി തീരണമെങ്കിൽ ആദ്യം അവൻ പരിച്ഛേദനം സ്വീകരിച്ച് യഹൂദനായി തീരണം. അങ്ങനെ യഹൂദരായി തീർന്നവർക്ക് മാത്രമേ ക്രിസ്തീയതയിലേക്ക് പ്രവേശനമുള്ളൂ എന്നുള്ള നിയമമായിരുന്നു ആരംഭകാലത്തുള്ളത്. അപ്പോൾ ഈ യഹൂദരുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം എന്ന് പറയുന്നത് ഏക ദൈവത്തിലുള്ള വിശ്വാസം. ദൈവം ഏകനാണ്. ആ ഒരു സത്യം യഹൂദ മതവിശ്വാസത്തിൻ്റെ ഹൃദയമായിരുന്നു എന്ന് നമുക്കറിയാം. ഈ ഏക ദൈവത്തിൽ വിശ്വസിക്കാൻ വിളിക്കപ്പെട്ടവർ എന്ന നിലയിൽ യഹൂദർക്ക് ഈ ക്രൈസ്തവരുടെ അവകാശവാദത്തോട് ഒരു തരത്തിലുള്ള എതിർപ്പ് സാവകാശം രൂപം കൊണ്ടു. കാരണം ക്രൈസ്തവരുടെ വിശ്വാസത്തിൽ അവർ പറയുന്നത് എന്താ? യേശുക്രിസ്തു ദൈവപുത്രനാണ്. ഏക ദൈവമായ യാഹ്വേക്ക് എങ്ങനെ ഒരു പുത്രൻ ഉണ്ടാകും? അതൊരു മാനുഷിക സങ്കല്പമല്ലേ? യഹൂദർ സാവകാശം ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു സംഘർഷം യഹൂദരും ക്രൈസ്തവരും തമ്മിൽ രൂപമെടുക്കുക. അങ്ങനെ രൂപമെടുത്തു വന്നപ്പോൾ യഹൂദര് ദൈവം ഏകനാണ് എന്നുള്ള ആ ഒരു വിശ്വാസത്തെ മുറുകെ പിടിച്ചപ്പോൾ ക്രൈസ്തവർ ദൈവം ത്രിത്വമാണ് എന്നും ആ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാനാണ് മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു എന്നുമുള്ള ആശയം ഊന്നിപ്പറഞ്ഞു. അപ്പോൾ ഈ വിശ്വാസ സത്യങ്ങളുടെ രൂപീകരണത്തിൻ്റെ പിന്നിൽ നമ്മൾ ഒരു സാമൂഹിക യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ വിശ്വാസ സത്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. യഹൂദരും ക്രൈസ്തവരും തമ്മിലുള്ള ആദ്യ സംഘർഷം ആരംഭിക്കുന്നത് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലാണ്. ആ സാഹചര്യത്തിലാണ് പൗലോസ്ലീഹ മുന്നോട്ട് വരുന്നത്. പൗലോസിൻ്റെ മാനസാന്തര ശേഷം പൗലോസാണ് ഈ ആശയം ആദ്യമായിട്ട് അവതരിപ്പിക്കുക. എന്തിനാണ് ഒരു വ്യക്തി യേശുവിൽ വിശ്വസിക്കുന്നതിന് മുന്നോടിയായി പരിച്ഛേദനം സ്വീകരിക്കേണ്ട കാര്യം എന്താ? എന്തിനാ അവൻ യഹൂദനായി തീരേണ്ട കാര്യം? അതിൻ്റെ ഒരാവശ്യവും ഇല്ല എന്ന ഒരു നിഗമനത്തിലേക്ക് പൗലോസ് എത്തി. അങ്ങനെ പൗലോസിൻ്റെ ഈ ആശയം ഇതര അപ്പസ്തോലന്മാരും കൂടി സ്വീകരിക്കുന്ന സംഭവമാണ് AD 49 കൂടുന്ന ജെറുസലേം കൗൺസിൽ. ഈ ജെറുസലേം കൗൺസിൽ എന്നത് സഭയുടെ സൂനഹദോസുകളുടെ ചരിത്രം, വിശ്വാസ സത്യങ്ങളെ നിർവചിക്കാൻ ക്രോഡീകരിക്കാനായി ഒരുമിച്ച് ചേരുന്ന കൗൺസിലുകളാണ് സൂനഹദോസുകൾ. സഭയിലെ മെത്രാന്മാർ മാർപ്പാപ്പായുടെ അധ്യക്ഷതയിൽ ചേരുന്നതാണ് ഈ സൂനഹദോസ്. നമുക്കറിയാം അവസാനത്തെ പൊതു സൂനഹദോസ് രണ്ടാം വത്തിക്കാൻ കൗൺസിലാണ്.
1962 മുതൽ 65 വരെ നീളുന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിൽ. ആ പരമ്പരയിലെ ആദ്യത്തെ കൗൺസിലാണ് ജെറുസലേമിൽ കൂടി ഈ കൗൺസിൽ. ജെറുസലേമിൽ കൂടി ഈ കൗൺസിലിന്റെ കണ്ടെത്തൽ ഒരു വലിയ വിശ്വാസ സത്യമായിരുന്നു. യേശു ദൈവപുത്രനാണ് എന്നുള്ള സത്യത്തെ അരക്കിട്ടുറപ്പിച്ചു. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നതിന് അനുബന്ധമായിട്ട് ആരും യഹൂദനായി മതപരിവർത്തനം ചെയ്യേണ്ട കാര്യമില്ല. ഏതൊരു മനുഷ്യ വ്യക്തിക്കും നേരിട്ട് യഹൂദൻ എന്നുള്ള മാധ്യസ്ഥൻ കൂടാതെ തന്നെ മാമോദീസായിലൂടെ യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ ക്രിസ്ത്യാനിയായി തീരാൻ രക്ഷയ്ക്ക് അവകാശമുണ്ട് എന്ന ഒരു നിലപാടിലേക്ക് പരിച്ഛേദനത്തിന്റെ ആവശ്യമില്ല. പരിച്ഛേദനം വേണ്ട എന്ന് പറയുമ്പോൾ പരിച്ഛേദനം ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൽ അംഗത്വം ലഭിക്കുന്നതിന്റെ അടയാളം. അത് അത്രമേൽ പ്രസക്തമായിട്ട് യഹൂദർ കരുതിയിരുന്നൊരു വിഷയം. ആ സംഗതി ഇനിമേൽ വേണ്ട എന്ന് പൗലോസ്ലീഹ വാദിക്കുമ്പോൾ അതൊരു വലിയ വിശ്വാസ വിഷയമാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവർക്കല്ല, പഴയ നിയമത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയല്ല രക്ഷ പ്രാപിക്കുന്ന ജനത. രക്ഷയ്ക്ക് ഇനിമേൽ ഒരേ ഒരു മാനദണ്ഡമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നോ ഇല്ലയോ. ഇതാണ് പൗലോസ് അവതരിപ്പിക്കുന്ന ഒരു വലിയ വിശ്വാസ സത്യം. നമ്മൾ സയൻസിലൊക്കെ കോപ്പർനിക്കൻ റവല്യൂഷൻ എന്നൊക്കെ പറയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ എന്താന്ന്, അതുവരെയും ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞത്. പിന്നീടാണ് കോപ്പർനിക്കസിന്റെ കാലമായപ്പോഴത്തേക്കാണ് കണ്ടെത്തിയത് ഭൂമിയല്ല സൂര്യനാണ് കേന്ദ്രം. അതുവരെയും ഉണ്ടായിരുന്ന മുഴുവൻ സങ്കല്പങ്ങളും ചിന്താഗതികളെല്ലാം തിരുത്തപ്പെട്ടു. സമാനമായൊരു മാറ്റമാണ് ആദിമസഭയില് പൗലോസ്ലീഹ കൊണ്ടുവരിക. യഹൂദ മതത്തെയും യഹൂദ വിശ്വാസത്തെയും കേന്ദ്രീകരിച്ച് നിന്നിരുന്ന വിശ്വാസ സംഹിതകളെ പൗലോസ് യഹൂദ മതത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്ന് വേർപെടുത്തി ക്രിസ്തു മതത്തിന് തനിമയാർന്ന തനതായ ഒരു ഐഡന്റിറ്റി, ഒരു വ്യക്തിത്വം, ഒരു തനിമ പൗലോസ് രൂപീകരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും പത്രോസ്ലീഹ ആ ഒരു യഹൂദ പശ്ചാത്തലത്തിൽ വളർന്നു വന്ന വ്യക്തിയായതുകൊണ്ടായിരിക്കാം അവര് പത്രോസ്ലീഹയും പൗലോസ്ലീഹയും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം പോലും ഈ കാര്യത്തിൽ. യെസ്, ആദിമസഭയില് ഈ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. യഹൂദരെ അല്ലാത്തവരെ ക്രൈസ്തവരായി അംഗീകരിക്കാവോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് അഭിപ്രായാന്തരങ്ങൾ ഉണ്ടായിരുന്നു. പത്രോസ്ലീഹ ഒരു പരിധിവരെയും യഹൂദയിലൂടെയാണ് രക്ഷ എന്ന് വിശ്വസിക്കുന്ന വിഭാഗത്തിന്റെ വക്താവായിരുന്നെങ്കിൽ പൗലോസ്ലീഹയാണ് ആദ്യമായി ഈ ഒരു ആശയം അവതരിപ്പിക്കുക. ഗലാത്യർക്കുള്ള ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇവർ തമ്മിലുള്ള ആശയ സംഘർഷത്തിന്റെ ചില സൂചനകൾ നമുക്ക് വായിച്ചെടുക്കാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഡോഗ്മാകൾ രൂപം കൊള്ളുന്നതിന്റെ പിന്നിൽ തികച്ചും സാമൂഹികമായ ചില വസ്തുതകൾ കൂടി ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ സാമൂഹിക വസ്തുതകൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡോഗ്മായുടെ അല്ലെങ്കിൽ വിശ്വാസ സത്യങ്ങളുടെ രൂപീകരണം സഭാചരിത്രത്തിൽ എത്ര കണ്ട് പ്രസക്തമാണ് എന്നത് ഗ്രഹിക്കാനാവുകയുള്ളൂ. അച്ഛാ, വിശ്വാസ സത്യങ്ങൾ രൂപപ്പെട്ടതിന്റെ സാമൂഹിക പശ്ചാത്തലം അച്ഛനിപ്പോൾ വിവരിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അച്ഛനിപ്പോൾ വിവരിച്ചപ്പോൾ ആ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ, വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ രൂപപ്പെടുകയുണ്ട്. അതിനാണുള്ള സഭയിൽ പാഷണ്ഡതകളെന്ന് നമ്മൾ അതിനെയാണുള്ള പേരെടുത്ത് വിളിക്കുന്നത്. സഭാചരിത്രത്തിൽ ഈ വിശ്വാസ സത്യങ്ങളുടെ രൂപീകരണത്തിന് സഹായകമായ വളരെ പ്രധാനപ്പെട്ട സാമൂഹിക പശ്ചാത്തലങ്ങൾ പാഷണ്ഡതയാണ്. അതുവരെ എല്ലാവരും ഒരു കാര്യം അങ്ങ് വിശ്വസിച്ചു പോന്നു. അതിന് വിരുദ്ധമായൊരു അഭിപ്രായം വന്നപ്പോഴാണ് ഈ വിശ്വാസത്തിന്റെ വിഷയങ്ങളെ കുറെ കൂടി നിയതമായ അർത്ഥത്തിൽ ക്രോഡീകരിച്ച് സംശയലേശമെന്നെ അവതരിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം അതുകൊണ്ട് പാഷണ്ഡതകൾ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസ സത്യങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് ശരിയാണ്.
ഏതാണ് വിശ്വസിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. അപ്പം അതിനാണ് പിതാക്കന്മാർ ഒരുമിച്ച് കൂടുകയും അവർ നിയതമായിട്ട് അതിനെ നിർവചിക്കുകയും ചെയ്തത്. അപ്പം തീർച്ചയായും ഇന്നത്തെ നമ്മുടെ പ്രേക്ഷകരുടെ ചോദ്യവും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തിരുഹൃദയ സന്യാസിനി സഭയിലെ സിസ്റ്റർ വിമല മാത്യു ആണെന്ന് നമുക്ക് വേണ്ടി ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഞാൻ സിസ്റ്റർ വിമല മാത്യു SH, തിരുഹൃദയ സഭാംഗമാണ്. തലശ്ശേരി അതിരൂപത കേന്ദ്രത്തിൽ സേവനം ചെയ്യുന്നു. സഭയുടെ ദൈവശാസ്ത്ര രൂപീകരണത്തിന് പാഷാണ്ഡതകളുടെ പങ്ക് എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? പാഷാണ്ഡതയും ശീഷ്മയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ? പാഷണ്ഡത എന്ന് പറയുന്നത് അത് ഹെരസി എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പേര് പറയുക. പാഷണ്ഡത എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക ഒരു വിശ്വാസ വിഷയത്തിലുള്ള വ്യതിചലനമാണ്. ഇപ്പൊ വിശുദ്ധ കുർബാനയിൽ ഈശോ സത്യമായും വ്യക്തിപരമായും സന്നിഹിതമായിട്ടുണ്ട് എന്ന് പറയുന്നത് വിശ്വാസ സത്യമാണ്. അതിനെ ഒരു വ്യക്തി നിഷേധിക്കുമ്പോൾ അത് പാഷണ്ഡത. അതേസമയം വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഓരോ സഭയിലും രൂപതകളിലും വിശുദ്ധ കുർബാന അർപ്പണത്തെക്കുറിച്ച് നിർദ്ദേശങ്ങളുണ്ട്. അതിൽ നിന്ന് ചില മാറ്റങ്ങളൊക്കെ വരുത്തി ഓരോരുത്തർ അർപ്പിക്കുന്ന രീതിയുണ്ട്. അത് അധികാരത്തോടുള്ള ഒരു അനുസരണക്കുറവ് മാത്രമാണ്. അത് എല്ലാവരും വിശുദ്ധ കുർബാനയിൽ സത്യമായും വിശ്വസിക്കുന്നുണ്ട്. സാക്രമെന്റൽ പ്രസൻസ് അതിൽ ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് അത് പാഷണ്ഡതയുടെ വിഷയമേ അല്ല. സഭയിലെ മേലധികാരികളെ അനുസരിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന പ്രശ്നത്തെയാണ് ശീഷ്മ എന്ന് വിളിക്കുന്നത്. ഒന്ന് വിശ്വാസത്തിന്റെ വിഷയത്തെക്കുറിച്ചുള്ള പ്രശ്നമാണ് എങ്കിൽ ശീഷ്മ എന്ന് പറയുന്നത് സഭയിലെ ഉത്തരവാദപ്പെട്ട അധികാരികളോടുള്ള അനുസരണക്കേടിന്റെ വിഷയം. ഇപ്പം മാർപ്പാപ്പായെ അംഗീകരിക്കുകയില്ല എന്നൊരു വ്യക്തി പറയുമ്പോൾ മിക്കവാറും പാഷണ്ഡതകളെല്ലാം ശീഷ്മയിൽ ചെന്ന് അവസാനിക്കും എന്നുള്ളത് സത്യമാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ സഭയിലുണ്ടായ ഹെരസികൾ, പാഷണ്ഡതകളെല്ലാം തന്നെ പിളർപ്പിലെത്തുമ്പോൾ അത് ശീഷ്മയായിരുന്നു. എപ്പോഴാണ് പിളർപ്പിലെത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ റോമിലെ മെത്രാനായ മാർപ്പാപ്പായെ നേതാവായിട്ട് സഭയുടെ തലവനായിട്ട് അംഗീകരിക്കുകയില്ല എന്ന് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അതുവരെയും വിശ്വാസ വിഷയത്തിലെ ഒരു ഭിന്നതയായി നിന്ന കാര്യം സാവകാശം എന്തായി മാറി? ശീഷ്മയായിട്ട് മാറി. അപ്പോൾ ശീഷ്മ എന്ന് പറയുന്നത് മേലധികാരികളോടുള്ള കേവലം ഒരു കുർബാനയിൽ ഒരു പ്രാർത്ഥന വിട്ടുകളയുന്നത് ശീഷ്മയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. മറിച്ച് അതൊരു അനുസരണക്കേടാണ് ആത്യന്തികമായി ശീഷ്മ എന്ന് പറയുമ്പോൾ. സഭയുടെ പരമാധികാരിയായ റോമാ മെത്രാനെയും, കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് സഭയുടെ പരമാധികാരി റോമാ മെത്രാനാണ്. അല്ലെങ്കിൽ ഓരോ തനത് സഭകൾക്കും അതാതിൻ്റെ അധികാരികളുണ്ട്. അന്ത്യോക്യയിലെ പാത്രിയാർക്കീസിനെ അംഗീകരിക്കുന്നവരുണ്ട്, കോപ്റ്റിക് സഭയുടെ പാത്രിയാർക്കീസിനെ അംഗീകരിക്കുന്നവരുണ്ട്. ആ സഭകളിലെ മേലധികാരികളെ അനുസരിക്കാതിരിക്കുന്നതിനെയാണ് ശീഷ്മ എന്ന്. കത്തോലിക്ക കാഴ്ചപ്പാടിൽ ശീഷ്മ എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പായുടെ പ്രബോധനങ്ങളെ അംഗീകരിച്ച് അനുസരിക്കാത്തത് അടിസ്ഥാനപരമായി ശീഷ്മയാണ്. മാർപ്പാപ്പായോട് ചേർന്ന് നിൽക്കുന്ന മെത്രാൻ സമിതികളെയും മെത്രാന്മാരെയും അനുസരിക്കാതെ ഒരു വൈദികൻ പ്രവർത്തിക്കുമ്പോൾ ആ വൈദികനും ശീഷ്മയിലാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും ഒന്ന് മറ്റൊന്നിലേക്ക് നയിക്കും എന്നുള്ളതാണ് ചരിത്രപരമായ സത്യം. അതുകൊണ്ട് തന്നെ സഭാചരിത്രത്തിലെ പാഷണ്ഡതകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സഭാചരിത്രത്തിൽ പല പാഷണ്ഡതകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാം. ഉദാഹരണം പറഞ്ഞാൽ ആര്യനിസം എന്ന് പറയുന്ന പാഷണ്ഡത ആദ്യത് ആരംഭിക്കുന്നത് ഒരു പാഷണ്ഡതയായിട്ട്. അതായത് യേശു ക്രിസ്തുവിലെ ത്രിത്വത്തിലെ മിശിഹായുടെ സ്ഥാനം ഏത് എന്ന വിഷയത്തെക്കുറിച്ചാണ് ആര്യനിസ്റ്റ് പാഷണ്ഡത രൂപം കൊള്ളുക. ഇതേക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ നമ്മുടെ സ്റ്റഡി പ്രോഗ്രാമിൽ വിശദമായിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. അത് നിങ്ങൾ ഓർത്താൽ മതി. ആര്യനിസം എന്ന് പറയുന്ന ആ പാഷണ്ഡത വിശ്വാസത്തിൻ്റെ ഒരു വിഷയമായിട്ടാണ് ആരംഭിക്കുക. ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാന് പിതാവിൻ്റെ ഒപ്പം മഹത്വം ഇല്ല എന്നാണ് ആരിയൂസ് എന്ന് പറഞ്ഞ ഒരു വൈദികൻ പഠിപ്പിച്ചത്.
ഇതൊരു വിശ്വാസ വിഷയമാണ്. അദ്ദേഹത്തോട് സഭ തിരുത്താൻ ആവശ്യപ്പെട്ടപ്പോൾ അത് തിരുത്താതെ അദ്ദേഹം മാർപ്പാപ്പായെയും മെത്രാന്മാരെയും വെല്ലുവിളിച്ചുകൊണ്ട് തന്നിഷ്ടം പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം സഭയിൽ നിന്ന് ബഹിഷ്കൃതനായി. അപ്പോൾ ആ പാഷണ്ഡത സാവകാശത്തില് ശീഷ്മയായിട്ട് രൂപാന്തരപ്പെടുന്നു. സഭയിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വിശ്വാസ സത്യങ്ങളെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ സഭയോട് ചേർന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ വിശ്വാസ സത്യം എന്ന് പറയുമ്പോൾ അതൊരു സഭാ സമൂഹത്തിൻ്റെ വിശ്വാസമാണ്, ഒരു ഒറ്റപ്പെട്ട വ്യക്തികളുടെ വിശ്വാസമല്ല, സഭാ സമൂഹത്തിൻ്റെ മുഴുവനും വിശ്വാസമായതുകൊണ്ട് ആ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്നർത്ഥം. വിശ്വാസത്തിൽ ഭംഗം വരുമ്പോൾ ഈ കൂട്ടായ്മയിൽ നിന്ന് സ്വാഭാവികമായിട്ടും അകന്നു പോകും. വിശ്വാസത്തിലെ ഭംഗം കൂട്ടായ്മയിലെ ഭംഗമായി മാറുമ്പോൾ പാഷണ്ഡത ശീഷ്മയായി മാറുന്നു എന്നുള്ളതാണ് സത്യം. സിസ്റ്റർ ചോദിച്ച ആദ്യ ചോദ്യം ഇതായിരുന്നു, ഈ പാഷണ്ഡതകൾ രൂപം കൊണ്ടതിൻ്റെ ചരിത്ര പശ്ചാത്തലം, അതിൻ്റെ സാമൂഹിക പശ്ചാത്തലം എന്നുള്ളതിനെ കുറിച്ച്. ആദിമസഭയിലെ അതിൻ്റെ പശ്ചാത്തലം, പ്രത്യേകിച്ച് യഹൂദ ക്രൈസ്തവ വിഭാഗങ്ങളിലെ പ്രതിസന്ധിയുടെ പശ്ചാത്തലം ഞാൻ നേരത്തെ കണ്ടു കഴിഞ്ഞു. പിന്നീട് സഭാചരിത്രം മുമ്പോട്ട് നീങ്ങുമ്പോൾ ഈ യഹൂദരുമായിട്ടുള്ള ഭിന്നത കൂടുതൽ ശക്തിപ്പെട്ടു വന്നു. അത് ഒരുപക്ഷെ AD 100-ാം ആണ്ടോടുകൂടിയെങ്കിലും ഈ വിഭജനം പൂർത്തീകരിക്കപ്പെട്ടു നമുക്ക് ചിന്തിക്കാം. യഹൂദരും ക്രൈസ്തവരും തമ്മിലുള്ള ആ ഒരു വിഭജനം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്, അതിന് കാരണങ്ങൾ പലതുണ്ട് എങ്കിലും ഒരുപക്ഷെ AD 66 ആരംഭിക്കുന്ന യഹൂദ വിപ്ലവം, ഈ യഹൂദ വിപ്ലവത്തിൽ ക്രിസ്ത്യാനികൾ റോമൻ പക്ഷത്തെ അനുകൂലിച്ചു എന്നും, യഹൂദ വിപ്ലവം നമുക്കറിയാം, യഹൂദര് റോമൻ ആധിപത്യത്തിനെതിരെ നടത്തുന്ന കലാപമാണ് ഈ യഹൂദ വിപ്ലവം എന്ന്. ഈ യഹൂദ വിപ്ലവത്തിൽ റോമാക്കാരെ അനുകൂലിക്കുന്ന ഒരു സമീപനമാണ് ക്രൈസ്തവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ക്രൈസ്തവർ അനുകൂലിക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ റോമിനെതിരെ കലാപത്തിനിറങ്ങിയ യഹൂദന്റെ പക്ഷം പിടിക്കാൻ ക്രൈസ്തവർ നിന്നില്ല എന്നുള്ളതായിരുന്നു അടിസ്ഥാന വിഷയം. അതിൻ്റെ ഫലമായി സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ ഈ യഹൂദരും ക്രൈസ്തവരും തമ്മിലുള്ള അകൽച്ച അതിൻ്റെ പൂർണ്ണതയിലെത്തി. AD 100-ാം ആണ്ടോടടുത്ത് ഈ വിഭജനം പൂർത്തീകരിക്കപ്പെട്ടുവെന്നും ജാംനിയായിൽ കൂടിയ റബ്ബിമാരുടെ സൂനകദോസ് ക്രിസ്ത്യാനികളെ പാഷണ്ഡികളായി കരുതി ശപിച്ച് പുറന്തള്ളിയെന്നും അവരുടെ സിനഗോഗുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു എന്നും കരുതുന്നവരുണ്ട്. ബിർഖാത്ത് ഹമാനീം എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം ഈ റബ്ബിമാര് നടത്തി എന്നാണ് പറയപ്പെടുന്നത്. ഏതാണെങ്കിലും ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തിയോ ക്രിസ്ത്യാനികളെ ഔദ്യോഗികമായി യഹൂദർ പുറത്താക്കിയിരുന്നോ എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് യഹൂദ പണ്ഡിതരും ക്രൈസ്തവ പണ്ഡിതരും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പുലർത്തുന്നുണ്ട്. ഏതൊക്കെയായാലും ജാംനിയായിലെ സൂനകദോസ് ഇപ്രകാരം ഒരു പ്രഖ്യാപനം നടത്തിയോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് അഭിപ്രായാന്തരങ്ങൾ ഉണ്ട്. ചരിത്രപരമായ എന്തെങ്കിലും രേഖകളോ എഴുത്തുകളോ എന്തെങ്കിലും നമുക്ക് ലഭ്യമാണ്? ഉണ്ട്. ചരിത്രപരമായി ഈ ജാംനിയൻ കൗൺസിലിന്റെ രേഖകൾ നമുക്ക് ലഭ്യമാണ്. പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ നൊസ്രീം എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ പുറത്താക്കിയെന്ന്. ഈ നൊസ്രീം എന്ന് പറയുമ്പോൾ ഈ ചരിത്രരേഖയെ കാണുന്നത് അത് നസ്രാണികളായ ആ യഹൂദര് ക്രിസ്ത്യാനികളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പരിഹാസം കലർന്ന പേരായിരുന്നു സത്യത്തിൽ നസ്രാണി എന്ന്. നസ്രത്തി എന്ന് വല്ലോ നന്മയും വരുവോ എന്ന് നഥാനിയേൽ ചോദിക്കുന്നു. അപ്പൊ നസ്രത്തി എന്നുള്ളവന്മാർ എന്ന് പറഞ്ഞാൽ ഒരുതരം സബ്സ്റ്റാൻഡേർഡ് ആയവര്, തരം താന്നവര് എന്ന അർത്ഥത്തില് യഹൂദര് ക്രിസ്ത്യാനികളെ വിളിച്ചിരുന്നത് ഈ നൊസ്രീം എന്നുള്ള അർത്ഥത്തിൽ ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു പദമാണ് ഈ രേഖയിലുള്ളത്. ചരിത്രരേഖയിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. ഈ രേഖയിലുള്ള പദം ഈ ബിർഖാത്ത് ഹമാനീം എന്ന് പറയുന്ന ഈ ഡോക്യുമെന്റിൽ ഉള്ളത് ഈ ഒരു പദപ്രയോഗമാണ്. അതിനെക്കുറിച്ചാണ് തർക്കമുള്ളത്. ചിലർ പറയുന്നു അത് ക്രിസ്ത്യാനികളെ സൂചിപ്പിച്ചാണ്, അതുകൊണ്ട് ക്രിസ്ത്യാനികളെ പുറത്താക്കിയത് തന്നെയാണ്. ചില യഹൂദ പണ്ഡിതർ ഇപ്പോൾ പറയുന്നു അത് ക്രിസ്ത്യാനികളെ സൂചിപ്പിക്കുന്ന പദമൊന്നുമല്ല, വെറുതെ തെറ്റിദ്ധരിച്ചതാണ് എന്ന്. ആയിരിക്കാം, അല്ലായിരിക്കാം. എനിവേ ഈ ഒരു പദത്തിന് ഇങ്ങനെ ഒരു അർത്ഥവ്യാപ്തി എന്ന പദമാണോ? നൊസ്രീം എന്നൊരു പദം ആണ് ഉപയോഗിച്ചിരുന്നത്.
അപ്പം ഈ പദത്തെക്കുറിച്ചുള്ള അർത്ഥവ്യത്യാസം അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കേണ്ട എന്നില്ല. മറിച്ച് ഈ ഒരു പദത്തിൻ്റെ ഉപയോഗം ഏതുമാകട്ടെ, ജാമ്നിയയിലെ കൗൺസിൽ പറഞ്ഞോ പറഞ്ഞില്ലയോ എന്നുള്ളതാകട്ടെ, AD 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ക്രിസ്ത്യാനികളും യഹൂദരും തമ്മിലുള്ള അകൽച്ച പൂർത്തിയായി എന്ന് പറയുന്നത് ചരിത്രപരമായൊരു വലിയ സത്യമാണ്. ഈ അകൽച്ച വന്നതോടുകൂടി അതുവരെയും യഹൂദര് പരമപ്രധാനമായി കരുതിയിരുന്നതിനെയെല്ലാം ക്രിസ്ത്യാനികൾ ഒരു നിരാകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഉദാഹരണം, യഹൂദരുടെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം തന്നെ സാബത്താചരണം അവർ ശനിയാഴ്ച നടത്തിയപ്പോൾ ക്രിസ്ത്യാനികൾ ശനിയാഴ്ച സാബത്താചരണം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് പകരം ഞായറാഴ്ച ആചരണത്തിലേക്ക് ക്രൈസ്തവർ വന്നു. അതായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഞായറാഴ്ച ആചരണത്തിന്റെ ഒക്കെ അടിസ്ഥാനം. യെസ്, ആരംഭകാലത്ത് നേരെ തിരിച്ചായിരുന്നു എന്ന് പറയുന്നത്. അതായത് ഈ ശനിയാഴ്ചകളിൽ എല്ലാവരും സിനഗോഗുകളിൽ ജെറുസലേം ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുന്നു, ക്രൈസ്തവരും യഹൂദരും ഒരുമിച്ച് കൂടുന്നു. അപ്പോൾ സാബത്ത് ആചരണത്തിൻ്റെ എല്ലാ കർമ്മങ്ങളും കഴിയുമ്പോൾ യഹൂദർ തിരിച്ചു പോകും. അതേസമയം ക്രിസ്തുമതം സ്വീകരിച്ച് ഈ യഹൂദർ സിനഗോഗിൽ തന്നെ നിൽക്കും. അവർ ശനിയാഴ്ച വൈകുന്നേരം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ഉത്ഥാനത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്ന അപ്പം മുറിക്കൽ ശുശ്രൂഷ ശനിയാഴ്ച വൈകിട്ടാണ് ആരംഭ സഭകളിൽ ആചരിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പിൽക്കാലത്ത് ഈ വിഭജനം പൂർത്തീകരിക്കപ്പെട്ടതോടെ ഈ ശനിയാഴ്ച എന്നുള്ളതും സിനഗോഗ് എന്നുള്ള ബന്ധവും വിട്ട് സിനഗോഗും ഇല്ല, ദേവാലയവും ഇല്ലാണ്ടായപ്പോൾ പിന്നെ അവർക്കുള്ളത് സ്വന്തം വീടുകളാണ്. അപ്പം ഭവനങ്ങളിൽ അപ്പം മുറിക്കാൻ തുടങ്ങി എന്ന് പറയുന്ന ആശയം യഥാർത്ഥത്തിൽ നടപടി ഗ്രന്ഥത്തിലൊക്കെ നമ്മൾ കാണുന്നത് ഒരു സെക്കൻഡ് സ്റ്റേജിൻ്റെ റിഫ്ലക്ഷനാണ്. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് വിശ്വാസ സത്യം ചരിത്രപരമായിട്ട് വളർന്നു വരിക. ആ വളർച്ചയിൽ ഇപ്പം യേശു ദൈവപുത്രനാണ് എന്ന ആശയത്തിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ യഹൂദരുമായിട്ടുള്ള ആ ഭിന്നത ശക്തിപ്പെട്ടു വന്നപ്പോഴാണ്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ സാവകാശ ആര്യനിസത്തിൽ സംഭവിക്കുന്നതും ഇതുതന്നെയാണ്. ആത്യന്തികമായി ആരിയൂസ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു തുടങ്ങിയത് നല്ല ഉദ്ദേശത്തിലായിരിക്കും. അദ്ദേഹത്തിന് പലതും മനസ്സിലാകുന്നില്ല, ഇല്ലേ? ത്രിത്വം എന്നൊരു രഹസ്യത്തെ മനസ്സിലാക്കുക ആരിയൂസിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യവും. 3 എങ്ങനെ ഒന്നായിരിക്കുന്നു, ഈ 3 പേരും തമ്മിൽ പരസ്പരം തുല്യരാണ് എന്ന് പറയുന്നു. തുല്യരായിൽ ഒരാളെ കയറി പിതാവ് എന്ന് വിളിക്കുന്നു, വേറൊരാളെ കയറി പുത്ര എന്ന് വിളിക്കുന്നു. അപ്പോൾ പിതാവിനെ അത്രയും വലിപ്പം ഏതൊക്കെയാലും പുത്രനുണ്ടാകുക, പുത്രന് 1 ഡിഗ്രി എങ്കിലും താഴ്ന്നതായിരിക്കും എന്ന് പുള്ളി ചുമ്മാ മാനുഷികമായി ചിന്തിച്ചങ്ങ് പറയുന്നു. അപ്പോൾ കുറേ പേര് അദ്ദേഹത്തിൻ്റെ പക്ഷത്ത് ചേർന്നു, ശരിയാണ് ആരിയൂസ് പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ് ആരിയൂസിൻ്റെ പക്ഷത്തേക്ക് കുറേ പേര് ചേരുമ്പോൾ വേറെ കുറേ പേര് പറഞ്ഞ് ഇവൻ പറഞ്ഞത് ശുദ്ധ തെമ്മാടിത്തരമാണ്, ഇവനെ തല്ലണം, ഉപദ്രവിക്കണം, മഹറോൻ ചൊല്ലണം, ഇവനെ ശിക്ഷിക്കണം എന്ന നിലപാടിലേക്ക് കുറേ പേര് വന്നു. അപ്പോൾ ഒരു വ്യക്തി പറയുന്ന ഒരാശയത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വ്യത്യസ്ത വിഭാഗങ്ങൾ രൂപപ്പെട്ടു വന്നു. തന്നെയുമല്ല, ആ കാലഘട്ടത്തിലെ റോമൻ ചക്രവർത്തിമാര് ഈ വിവാദങ്ങളിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ചു. സഭ ആ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് കോൺസ്റ്റന്റൈൻ്റെ കാലത്തിന് ശേഷം, ഈ റോമൻ ചക്രവർത്തിമാരുമായി സൗഹൃദത്തിലും സഹവാസത്തിലും ആയിരുന്നു നമുക്കറിയാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ വിവാദങ്ങളിൽ ചക്രവർത്തി ആരുടെ പക്ഷത്ത് നിലയുറപ്പിക്കുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായി. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ പല പാഷണ്ഡതകൾ, ഇപ്പം നെസ്തോറിയസും അതുപോലെ ജെറുസലേമിലെ വിശുദ്ധ സിറിലും തമ്മിലുള്ള അഭിപ്രായാന്തരങ്ങളിൽ ഒക്കെ നെസ്തോറിയസ് പറഞ്ഞത് തെറ്റായിരുന്നു. അതേക്കുറിച്ച് നമ്മൾ വിശദമായി പിന്നീട് ക്ലാസ്സുകളിൽ കാണുന്നതായതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ ഒരു സാമൂഹിക പശ്ചാത്തലം മാത്രം. അപ്പോൾ ക്രൈസ്തവർ ക്രിസ്തുവിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ആ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ആത്മീയത രൂപപ്പെടുത്തി അച്ഛനതായിരുന്നു പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. നെസ്തോറിയസ് മിശിഹായെക്കൊണ്ട് ദൈവികതയെയും മാനുഷികതയെയും കുറിച്ച് നടത്തിയ പ്രബോധനം അടിസ്ഥാനപരമായി തിന്മ നിറഞ്ഞതോ വിശ്വാസവിരുദ്ധമോ എന്ന് കരുതാൻ പറ്റുന്നതായിരുന്നില്ല. എന്നാൽ ആ കാലഘട്ടത്തിലെ ചക്രവർത്തിയും
ചക്രവർത്തിയുടെ ഒപ്പമുള്ള അധികാരവൃന്ദവും ജെറുസലേമിലെ സിറിലിനെ പിന്താങ്ങിയതോടുകൂടി നെസ്തോറിയസ് ബഹിഷ്കരിക്കപ്പെടുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ വിശ്വാസ സത്യങ്ങൾ രൂപീകരിക്കപ്പെടുന്നതിൻ്റെ പിന്നിൽ തീർച്ചയായും അതിൻ്റെ പിന്നിൽ ഒരു ദൈവപരിപാലനം നമുക്ക് കണ്ടെത്താൻ സാധിക്കും, അതിനെ നിഷേധിക്കുന്നില്ല. പക്ഷേ ഈ വിശ്വാസ സത്യങ്ങൾ, ഈ ചോദ്യകർത്താവ് ഉന്നയിച്ച ചോദ്യം പ്രസക്തമാണെന്ന് ഞാൻ പറയും. വിശ്വാസ സത്യങ്ങളുടെ രൂപീകരണത്തിൽ ശരിക്കും സാമൂഹികവും രാഷ്ട്രീയപരവും മതപരവുമായ പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലങ്ങൾ കൂടി ശരിയാം വിധത്തിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എന്തുകൊണ്ട് ക്രിസ്തുവിജ്ഞാനീയം ഓരോ കാലഘട്ടത്തിലും ഓരോ വിശ്വാസ സത്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകാൻ ഇടവന്നു എന്ന് മനസ്സിലാകുകയുള്ളൂ. ആദിമമായിട്ട് അല്ലെങ്കിൽ യഹൂദരുമായിട്ടുള്ള സഹവാസത്തിൻ്റെ കാലത്ത് ഇത് ദൈവപുത്രൻ എന്നൊരാശയത്തിന് ഊന്നൽ നൽകി. അതാണ് യഹൂദരെയും ക്രൈസ്തവരെയും തമ്മിൽ വേർതിരിക്കുന്ന അടിസ്ഥാന ഘടകം. പിന്നീട് സാവകാശം സ്വാതന്ത്ര്യമൊക്കെ കിട്ടി സഭ ഒരുവിധം ജീവിക്കാൻ അനുകൂലമായ സാഹചര്യത്തിലെത്തിപ്പെട്ടപ്പോഴാണ് പിന്നീട് ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട വിഷയങ്ങൾ സഭയിൽ വലിയ വിവാദങ്ങൾക്ക് നിമിത്തമായത്. അങ്ങനെ വിവാദങ്ങളിൽ നിന്നാണ് സഭയിലെ വലിയ പാഷണ്ഡതകൾ രൂപമെടുക്കുന്നത്. വിശ്വാസ സത്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് പാഷണ്ഡതകളോട് അനുബന്ധിച്ച് അച്ഛൻ നടത്തിയ വിശകലനം കൂടുതൽ സമയമെടുത്ത് നമ്മൾ പഠിക്കേണ്ടതുള്ളതുകൊണ്ട് ഈ എപ്പിസോഡ് നമ്മളിവിടെ പൂർത്തിയാക്കുകയാണ്. കൂടുതൽ വിശദീകരണങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും പ്രാർത്ഥനയോടെ നന്ദി. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344727 2343707. ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.